രജീഷ വിജയൻ എന്ന പുതുമുഖ നായിക. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ഹിറ്റ് സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് നായികയായി അരങ്ങേറിയ നായിക നടിയാണ് രജീഷ വിജയൻ. ആങ്കറിംഗ് രംഗത്ത് നിന്നുമാണ് രജീഷ സിനിമയിലെത്തിയത്. ആസിഫ് അലിയുടെ നായികയായാണ് അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ രജീഷ അഭിനയിച്ചത്. ഡൽഹിയിൽ നിന്നും ജേർണലിസം കഴിഞ്ഞ് നാഷണൽ ന്യൂസ് ചാനലിൽ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത രജീഷ ആ ജോലി രാജിവെച്ച് സൂര്യ മ്യൂസിക് കൊച്ചിയിൽ ആരംഭിച്ചപ്പോൾ സൂര്യ മ്യൂസിക് കൊച്ചിയിൽ ആങ്കറായി ചേർന്നു രജീഷ. തുടർന്ന് സൂര്യ ടിവിയിലെ സൂസി സ്ക്വാഡ് എന്ന പ്രോഗ്രാമിൽ അവതാരകയായി. ആ പ്രോഗ്രാം രജീഷയുടെ മൈൽ സ്റ്റോൺ പ്രോഗ്രാം ആയിരുന്നു. ഇതിനിടയിൽ പല സിനിമകളിലേക്കും ഓഫറുകൾ വന്നിരുന്നു. അഭിനയ സാധ്യത ഇല്ലാത്ത വേഷങ്ങളായതുകൊണ്ട് അതൊക്കെ രജീഷ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതിനിടയിൽ മഴവിൽ മനോരമയിൽ ഉഗ്രം ഉജ്ജ്വലം എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകയായി. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല സിനിമ ചെയ്യണമെന്നായിരുന്നു രജീഷയുടെ ആഗ്രഹം. ഷൈജു ഖാലിദും ഖാലിദ് റഹ്മാനും ജിംസി ഖാലിദും രജീഷയുടെ കൊച്ചിയിലെ കൂട്ടുകാരാണ്. നവീൻ ഭാസ്കറിന്റെ തിരക്കഥയിൽ ഷൈജു ഖാലിദ് പുതിയ സിനിമ ചെയ്യുന്നു എന്ന് രജീഷയ്ക്ക് അറിയാമായിരുന്നു. പെട്ടെന്നാണ് ഖാലിദ് വിളിച്ച് ആ സിനിമയിലെ നായികയായി രജീഷയെ ക്ഷണിക്കുന്നത്. കഥ വായിച്ചപ്പോൾ രജീഷയ്ക്ക് വളരെ ത്രില്ലായി. അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എലിസബത്ത് എന്ന കഥാപാത്രത്തിൽ നിന്നും രജീഷയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെന്ന് രജീഷയ്ക്ക് മനസ്സിലായി. വളരെ ശക്തമായ കഥാപാത്രമായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എലിസബത്ത് എന്ന എലി. കണ്ണടച്ച് സ്നേഹിച്ചവനെ ഒരു നാൾ അവൾ വിട്ടുപോയി. കള്ളുകുടിച്ച് ദുഃഖങ്ങൾ തീർക്കുകയാണ് അവൾ. കഥാപാത്രത്തിന്റെ ലവ് ബ്രേക്കപ്പ് സീനിൽ ഗ്ലിസറിൻ ഇടാതെയാണ് ആസിഫ് അലിയും രജീഷയും അഭിനയിച്ചത്. സിറ്റുവേഷൻസ് അനുസരിച്ച് ഡയലോഗ് പറയുവാൻ സംവിധായകൻ അനുവദിച്ചിരുന്നു. ആ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് രജീഷ ഡയലോഗ് പറഞ്ഞപ്പോൾ ആസിഫിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നതായി രജീഷ ഓർത്തു. അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എലിസബത്തിനെ പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് രജീഷ. ഏറെ ഹോംവർക്കിനൊടുവിലാണ് രജീഷ അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ അഭിനയിക്കുവാൻ എത്തിയത്. അതിന്റെ ആദ്യപടിയായി ആങ്കറിംഗ് നിർത്തിവെച്ചു. അവതാരകയുടെ മുഖം കഥാപാത്രത്തിന്റെ മുഖവുമായി ക്ലാഷ് ആകുമെന്ന് ഭയന്നിട്ടായിരുന്നു അത്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് രജീഷ ഡ്രൈവിംഗ് പഠിച്ചത്. അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എലിസബത്ത് എന്ന കഥാപാത്രം ഒരു ആർക്കിടെക്ടറായിരുന്നു. കൂട്ടുകാരായ ആർക്കിടെക്റ്റുകളിൽ നിന്ന് ആർക്കിടെക്റ്റുകളുടെ മാനറിസങ്ങൾ പഠിച്ചു. ക്യാമറയ്ക്ക് മുമ്പിൽ അനായാസമായി ബിഹേവ് ചെയ്തുവെങ്കിലും രജീഷ നമിച്ചുപോയത് ഡബ്ബിംഗ് വേളയിലാണ്. ഒരു ദിവസം ഡബ്ബിംഗ് ട്രൈ ചെയ്ത് പിന്നെ ഉപേക്ഷിച്ചാലോ എന്നുവരെ ചിന്തിച്ചു. വീണ്ടും വീണ്ടും ടേക്ക് എടുക്കുവാനും പെർഫെക്റ്റ് ചെയ്യുവാനും സംവിധായകൻ ഖാലിദ് റിപ്പോർട്ട് ചെയ്തു. നമ്മൾ എത്ര നന്നായി അഭിനയിച്ചാലും ഡബ്ബിംഗ് മോശമായാൽ എല്ലാം പോകുമെന്ന് രജീഷയ്ക്ക് അറിയാമായിരുന്നു. അനുരാഗ കരിക്കിൻ വെള്ളം റിലീസ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി രജീഷയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. സിനിമ നന്നായി എന്നും ഇനിയുള്ള സിനിമകളിൽ രജീഷ തന്നെ ധൈര്യമായി ഡബ്ബ് ചെയ്യണമെന്നും ഭാഗ്യലക്ഷ്മി പ്രോത്സാഹിപ്പിച്ചു. അനുരാഗ കരിക്കിൻ വെള്ളം ബിജു മേനോന്റെയും ആസിഫ് അലിയുടെയും സിനിമയാണെങ്കിലും സിനിമ സഞ്ചരിക്കുന്നത് വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ്. സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള സിനിമ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ വന്നിട്ടില്ല. തുടക്കത്തിൽ അത്തരമൊരു ചിത്രത്തിന്റെ ഭാഗമായതിൽ രജീഷയ്ക്ക് ഏറെ സന്തോഷമുണ്ട്. രജീഷയുടെ കഥാപാത്രത്തെ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് രജീഷയ്ക്ക് ഉറപ്പായിരുന്നു. കാരണം സർവ്വഗുണ സമ്പന്നയായ നായികമാരെയാണ് നമ്മൾ സിനിമകളിൽ കണ്ടു ശീലിച്ചിട്ടുള്ളത്. എന്നാൽ ആ സങ്കല്പങ്ങളെയെല്ലാം ബ്രേക്ക് ചെയ്യുന്ന കഥാപാത്രമായിരുന്നു രജീഷയുടെ എലിസബത്ത്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഇത്തരം ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പ്രേക്ഷകർ ഇപ്പോൾ കൂവും എന്ന് വിചാരിച്ച സ്ഥലത്ത് കയ്യടി വന്നപ്പോഴാണ് സമാധാനമായത്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒട്ടേറെ പ്രതികരണങ്ങൾ കിട്ടി. പൃഥ്വിരാജ്, ജയസൂര്യ എന്നിവരും സംവിധായകരായ സത്യേട്ടൻ, മാർട്ടിൻ, ജൂഡ് ആന്റണി എന്നിവരും വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഇതെല്ലാം രജീഷയുടെ മുന്നോട്ടുള്ള അഭിനയ ജീവിതത്തിന് കിട്ടിയ കരുത്താണ്. രജീഷയുടെ നീണ്ട ഇടതൂർന്ന മുടിയെ രജീഷ ഏറെ സ്നേഹിക്കുന്നു. രജീഷയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ നേരിൽ സംസാരിക്കുന്നതാണ് ഇഷ്ടം. രജീഷയുടെ ഫോണിൽ വാട്സാപ്പ് ഇല്ല. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ടെങ്കിലും വല്ലപ്പോഴുമേ അത് ശ്രദ്ധിക്കാറുള്ളൂ. ഒരു കാലത്ത് രജീഷയും ഓൺലൈനിൽ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് മുങ്ങി നടക്കുകയാണ്. ക്ഷമയോടെ കാത്തിരുന്ന് നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കുക എന്നതാണ് രജീഷയുടെ തീരുമാനം.